രാഷ്ട്രീയ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഭയക്കുന്ന ഒരു വലിയ അട്ടിമറിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സ്വന്തം കോട്ടകൾ കാത്തു രക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഉറപ്പായും ജയിക്കാവുന്ന ഒരു സീറ്റ് മുന്നണിയിലെ തന്നെ ഒരു ഉന്നത നേതാവ് തന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രം ബലികഴിച്ചാലോ? കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെയൊക്കെ തോന്നാം, ഞാൻ തട്ടിവിടുകയാണെന്ന് തോന്നാം. പക്ഷേ ഇത് സിനിമയൊന്നുമല്ല. എറണാകുളം ജില്ലയിലെ ഏറ്റവും നിർണായകമായ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണിത്. കെ ബാബു എന്ന അതികായനൊഴിഞ്ഞ തൃപ്പൂണിത്തുറ നിലനിർത്താൻ കോൺഗ്രസ് കണ്ടെത്തിയ ഏറ്റവും മികച്ച ആയുധമായിരുന്നു എം ലിജു. ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മറന്ന് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും, എന്തിന് സാക്ഷാൽ കെ ബാബു പോലും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ട പേര്. UDF പ്രവർത്തകരിലും അനുഭാവികളിലും വലിയ ആവേശം നിറച്ച ഈ തീരുമാനം പക്ഷേ അവസാന നിമിഷം അട്ടിമറിച്ചു. ആരാണ് ആ അട്ടിമറിക്ക് പിന്നിൽ? എന്തിനായിരുന്നു ആ ചതി? പകരം കൊണ്ടുവന്ന സ്ഥാനാർത്ഥിക്ക് എം ലിജുവിന്റെ വാലറ്റ് ചുറ്റാനുള്ള യോഗ്യതയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിപ്പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ രക്ഷകൻ എന്ന് ചിലരെങ്കിലും വിളിക്കുന്ന VD സതീശന്റെ കുതന്ത്രങ്ങളുടെ ഇരുട്ടറകളിലേക്കാണ്. ഒരു രാജാവിനെ പോലെ വാഴാൻ വേണ്ടി അടിമകളെ സൃഷ്ടിക്കുന്ന ഒരു നേതാവിന്റെ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ ചതുരംഗ കളിയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത്. വീഡിയോ മുഴുവനായും കാണുക, കാരണം പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ ഭാവി തന്നെ തീരുമാനിക്കാനുള്ള ചില സത്യങ്ങളാണ്. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ കോട്ടകളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. 35 വർഷത്തോളം നീണ്ട തന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും കെ ബാബു പടിയിറങ്ങുമ്പോൾ തൃപ്പൂണിത്തുറയിൽ വലിയൊരു ശൂന്യതയാണ് രൂപപ്പെടുന്നത്. ഒരു നിർണായക ശക്തിയായി അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പർ ബാക്കായി ഒക്കെ കോൺഗ്രസിനെ സംരക്ഷിച്ച നേതാവായിരുന്നു കെ ബാബു. 2021 തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എന്ന CPMന്റെ തീപ്പൊരി നേതാവിനെതിരെ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിനുള്ളിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് കെ ബാബു വിജയിച്ച് കയറിയത്. ആ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബാബു വഴി മാറുമ്പോൾ ആ മണ്ഡലം നിലനിർത്തുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നം കൂടിയാണ്. തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവിടെ ശക്തനായ ഒരു ഈഴവ സമുദായ അംഗം തന്നെ സ്ഥാനാർത്ഥിയായി വരണം എന്നത് കോൺഗ്രസിന്റെ ഒരു അനിവാര്യതയായിരുന്നു. എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിരുന്നു. വെറും ഒരു സ്ഥാനാർത്ഥിയല്ല, മറിച്ച് തൃപ്പൂണിത്തുറയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന മികച്ച പ്രതിച്ഛായയുള്ള വിദ്യാസമ്പന്നരായ ഒരു നേതാവിനെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അവിടെയാണ് എല്ലാ കണ്ണുകളും ഒരാളിലേക്ക് മാത്രം തിരിഞ്ഞത്. അതെ, ആ പേര് എം ലിജു എന്നായിരുന്നു. നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അഥവാ LLM വരെയുള്ള ഒന്നാന്തരം അഭിഭാഷകനായ കേരളം കണ്ട ഏറ്റവും മികച്ച യുവ നേതാക്കളിൽ ഒരാൾ. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ സെക്രട്ടറി, KPCC സംഘടനാ ജനറൽ സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഇങ്ങനെ എല്ലാ നിലകളിലും തന്റെ സംഘടനാ മികവ് തെളിയിച്ച വ്യക്തി. എല്ലാറ്റിനുമുപരി എതിരാളികളെ പോലും നിഷ്പ്രഭമാക്കുന്ന മികച്ച സംവാദകൻ, വാഗ്മി, ശ്രദ്ധേയനായ എഴുത്തുകാരൻ, TV ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന് മുഖമായി വന്ന് ഇടത് വലത് വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ എതിരാളികളെ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നേരിടുന്ന എം ലിജുവിനെ പോലെ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ തൃപ്പൂണിത്തുറയിലേക്ക് ചിന്തിക്കാൻ പോലും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്നാൽ ലിജുവിന്റെ കാര്യത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും അപ്രസക്തമായി എന്നതാണ്. സാധാരണയായി സീറ്റ് വിഭജനത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ വലിയ വടംവലികൾ നടക്കാറുണ്ട്. എന്നാൽ ഇവിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അടക്കം ഒരുപോലെ എം ലിജുവിന് വേണ്ടി വാദിച്ചു. അതിലും വലിയ അത്ഭുതം അതൊന്നും ആയിരുന്നില്ല. കടുത്ത A ഗ്രൂപ്പുകാരനായിരുന്ന സാക്ഷാൽ കെ ബാബു പോലും തന്റെ എല്ലാ ഗ്രൂപ്പ് താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ലിജുവിനെ പിന്തുണച്ചത്. എങ്ങനെയെങ്കിലും UDF അവിടെ വിജയിക്കണം, അത്രയേ തൃപ്പൂണിത്തുറ നിലനിർത്തണം, അത്രയൊക്കെ ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ കെ ബാബുവിന് പോലും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തന്റെ പിൻഗാമിയായി എം ലിജു വരണമെന്ന് ബാബു ശക്തമായി നിർദ്ദേശിച്ചു. ഈഴവ സമുദായത്തിൽ നിന്നുള്ള കരുത്തുറ്റൊരു നേതാവ്, മികച്ച അക്കാദമിക് പശ്ചാത്തലം, ജനസമ്മതി, അതുപോലെ ലിജുവിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ UDF പ്രവർത്തകർ വലിയ ആവേശത്തിലുമായി. മണ്ഡലം നിലനിർത്താമെന്ന് ഉറച്ച വിശ്വാസം അവർക്കെല്ലാവർക്കും ആ സമയത്ത് ഒരുപോലെ ഉണ്ടായി. എല്ലാം ഇങ്ങനെ ശുഭകരമായി അവസാനിക്കുമെന്ന് കരുതിയ ആ ഘട്ടത്തിൽ പ്രവർത്തകരുടെ നെഞ്ചിലേക്ക് ഇടുത്തി വീഴുന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. എം ലിജുവിന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. പകരം
അവതരിപ്പിക്കപ്പെട്ട പേര് കേട്ട് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയ കേരളം തന്നെ ഒന്നാകെ ഞെട്ടി. ദീപക് ജോയ്. ആരാണ് ഈ ദീപക് ജോയ്? എം ലിജു എന്ന അധികായന്റെ സ്ഥാനത്ത് മത്സരിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് ദീപക് ജോയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് പരിശോധിച്ചാൽ ഉത്തരം ശൂന്യമാണ്. എം ലിജുവിന്റെ വാലറ്റത്ത് പോലും കെട്ടാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ദീപക് ജോയ് എന്നതാണ് യാഥാർത്ഥ്യം. അക്കാദമിക് തലത്തിലോ സംഘടനാ തലത്തിലോ എടുത്തു കാണിക്കാൻ യാതൊരുവിധ തരത്തിലുള്ള മുൻപരിചയം അയാൾക്കില്ല. ഒന്നാന്തരം അഭിഭാഷകനായ ലിജു നിൽക്കുന്നിടത്ത് ദീപക് ജോയിയുടെ വിദ്യാഭ്യാസ യോഗ്യത വെറും 10ാം ക്ലാസ് മാത്രമാണ്. നിയമസഭ പോലെ ഒരു ഉന്നതമായ ജനാധിപത്യ വേദിയിലേക്ക് തൃപ്പൂണിത്തുറ പോലെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ യാതൊരുവിധ രാഷ്ട്രീയ ഭൗതിക അടിത്തറയും ഇല്ലാത്ത ഒരാളെ എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം കെട്ടിയിറക്കിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനിലേക്കാണ്. അതെ, ഈ അട്ടിമറിയുടെ പൂർണ്ണമായ തിരക്കഥയും സംവിധാനവും എല്ലാം VD സതീശന്റേത് മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് VD സതീശൻ എം ലിജുവിനെ വെട്ടിമാറ്റിയത്? ഒറ്റ നോട്ടത്തിൽ ഇത് കേവലം ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയായി നമുക്ക് തോന്നാം. എന്നാൽ ഇതിന് പിന്നിൽ വളരെ ആഴത്തിലുള്ള നീചമായ ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട്. ഒന്നാമത്തെ കാരണം എം ലിജുവിനോടുള്ള സതീശന്റെ കടുത്ത വ്യക്തി വിരോധമാണ്. KPCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി എം ലിജു പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓർക്കുക, അന്ന് സതീശന്റെ അന്യായമായ പല ആവശ്യങ്ങൾക്കും മുന്നിൽ വഴങ്ങി കൊടുക്കാൻ ലിജു തയ്യാറായിരുന്നില്ല. സ്വന്തമായി വ്യക്തിത്വവും നിലപാടുമുള്ള ലിജു സതീശന്റെ വെറുമൊരു യെസ് മാൻ ആയി നിൽക്കാൻ കൂട്ടാക്കിയില്ല. സതീശന്റെ ചൊൽപ്പടിക്ക് നിൽക്കാതിരുന്ന ആ കാലം മുതലുള്ള പക സതീശന്റെ മനസ്സിലുണ്ടായിരുന്നു. തന്നെ അനുസരിക്കാത്ത, തന്നെക്കാൾ ഭൗതികമായി മികച്ച നിലവാരം പുലർത്തുന്ന ഒരു യുവ നേതാവ് നിയമസഭയിൽ എത്തിയാൽ അത് തന്റെ ഏകാധിപത്യ പ്രവണതകൾക്ക് ഭാവിയിൽ തടസ്സമാകുമെന്ന് സതീശൻ കണക്ക് കൂട്ടി. എന്നാൽ ഈ വ്യക്തിവിരോധം മാത്രമായിരുന്നില്ല സതീശന്റെ ഉള്ളിലെ ഒരേ ഒരു കുബുദ്ധി. ഇതിനു പിന്നിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് രാഷ്ട്രീയത്തെയും തന്റെ കാൽക്കീഴിനാക്കാനുള്ള അതിവിദഗ്ധമായൊരു മാസ്റ്റർ പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള എന്നാൽ കഴിഞ്ഞ തവണ കൈവിട്ടു പോയ മണ്ഡലങ്ങളാണ് കൊച്ചിയും വൈപ്പിനും. 2021 കൊച്ചിയിൽ CPMന്റെ KJ മാക്സിയും വൈപ്പിനിൽ KN ഉണ്ണികൃഷ്ണനുമാണ് വിജയിച്ചത്. ഇത്തവണ എറണാകുളത്ത് ഒഴിവ് വരുന്ന ഈ 2 മണ്ഡലങ്ങളിലും തന്റെ സ്വന്തം നോമിനികൾക്ക് നൽകണമെന്ന് VD സതീശൻ നിർബന്ധം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെയും വൈപ്പിനിൽ ഷാരോൺ പനക്കലിനെയുമാണ് സതീശൻ മനസ്സിൽ കണ്ടത്. തന്റെ അതിവിശ്വസ്തരായ ഈ 2 പേരെയും സ്ഥാനാർത്ഥികളാക്കിയാൽ എറണാകുളം ജില്ലയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റും. സ്വാഭാവികമായിട്ടും A ഗ്രൂപ്പും I ഗ്രൂപ്പും ഇതിനെതിരെ രംഗത്ത് വരും. ഇത് തടയാൻ സതീശൻ കണ്ടെത്തിയ കുറുക്കു വഴിയായിരുന്നു തൃപ്പൂണിത്തുറയിലെ ഈ ഒരു ഐഡിയ. A ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവായിരുന്ന K ബാബുവിന്റെ സീറ്റാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ തൃപ്പൂണിത്തുറ A ഗ്രൂപ്പിന് വിട്ടുകൊടുത്താൽ പകരമായി കൊച്ചിയും വൈപ്പിനും തനിക്ക് വിലപേശി വാങ്ങാമെന്ന് സതീശൻ കണക്കും കൂട്ടി. എന്നാൽ തൃപ്പൂണിത്തുറയിൽ A ഗ്രൂപ്പ് നോമിനിയായി എം ലിജു വന്നാൽ ലിജു സതീശന്റെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. അവിടെയാണ് ദീപക് ജോയിയെ സതീശൻ കരുവാക്കിയത്. ദീപക് ജോയ് ഒരു കടുത്ത A ഗ്രൂപ്പുകാരനാണ്, മാത്രമല്ല ഈഴവ സമുദായാംഗവുമാണ്. ദീപക് ജോയിയെ തൃപ്പൂണിത്തുറയിൽ അവതരിപ്പിച്ചതിലൂടെ സതീശൻ ഒരേ സമയം പല കക്ഷികളെയാണ് ഒരു കല്ലിൽ വീഴ്ത്തിയിട്ടത്. ഒന്നാമത് A ഗ്രൂപ്പിന് സീറ്റ് നൽകി എന്ന് വരുത്തി തീർത്തു. രണ്ടാമത് ഈഴവക്കാരുടെ ഇറക്കി സമുദായ സമവാക്യം പാലിച്ചു എന്ന് വാദിച്ചു. മൂന്നാമത് ദീപക് ജോയിയെ പോലെയൊരു അപ്രസക്തനായ വ്യക്തിയെ നിലനിർത്തിയതിലൂടെ തനിക്ക് യാതൊരു ഭീഷണിയുമില്ല എന്ന് ഉറപ്പും വരുത്തി. നാലാമത് ഇതിന് പകരമായി കൊച്ചിയും വൈപ്പിനും തന്റെ വിശ്വസ്തരായ ഷിയാസിനും ഷാരോണുമായി പിടിച്ചെടുത്തു. ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ചതി. സ്വന്തം ഗ്രൂപ്പുകാരെ തിരികെ കയറ്റാനും തന്നെ ചോദ്യം ചെയ്യുന്നവരെ വെട്ടിനിരത്താനും അതിനെല്ലാം വേണ്ടി ജയിക്കാൻ 100% സാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ബലി കഴിച്ചത്. എന്തൊരു കഷ്ടമാണല്ലേ കോൺഗ്രസിന്റെ കാര്യം. എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. സത്യം തുറന്നു കാട്ടാൻ നമുക്ക് സാധിക്കൂ. എന്തായാലും ഇതോടെ കോൺഗ്രസ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇല്ലാതാകുന്ന, ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് കമന്റ് ചെയ്യൂ. അതുപോലെ തൃപ്പൂണിത്തുറയിലെ ഫലം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.